വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം എഫെസോസ് അധ്യായം 6, 13 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തമാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നമ്മുടെ ശത്രു വളരെ ശക്തനാണ്. അപ്പോൾ നമ്മളൊരു മാനുഷികമായി നമ്മൾ ഈ ദുരാത്മാക്കളെ, തിന്മയുടെ ആത്മാക്കളെ, അത് വിശുദ്ധ സ്ഥലത്ത് പോലും വർത്തിക്കുന്ന തിന്മയുടെ ആത്മാക്കളെ നമ്മൾ മാനുഷികമായി നേരിടാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. അതിനു പകരം കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വചനം ധരിക്കുവിൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്തിനു വേണ്ടിയാണത്? നമ്മുടെ മാംസം വചനം ധരിക്കുന്നതിന് വേണ്ടി. നമ്മൾ വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ, അപ്പം എപ്രകാരമാണ് നമ്മൾ വചനാധിഷ്ഠിതമായി ജീവിക്കുന്നത്? നമ്മൾ അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം വചനാധിഷ്ഠിതമാകും. നമ്മൾ അങ്ങനെ വചനാധിഷ്ഠിതമായി നീതിബോധത്തോടെ നിർഭയരായി ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യസന്ധമായാണ് ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും തിന്മ നിരൂപിക്കുന്നില്ല. അപ്പോൾ എല്ലാം പരിശുദ്ധിയോടെ പരിശുദ്ധമായി നമ്മൾ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പവർ, ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ ഗ്രസിക്കുകയും നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും. നമ്മൾ വി വിൽ ലിവ് ഫിയർലെസ്ലി, ഭയം കൂടാതെ നമ്മൾ ജീവിക്കും. നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം വളരെയധികം ദുഷിച്ചിരിക്കുന്നു. എല്ലാവരും അധികാരത്തിനും ധനത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. അതിനുവേണ്ടി അവർ എന്ത് തിന്മയും പ്രവർത്തിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചമായി, ക്രിസ്തുവിനാൽ പ്രശോഭിതരായി, ക്രിസ്തുവിൻ്റെ വചനത്താൽ പ്രശോഭിതരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരും ക്രിസ്തുവിനെ അറിയുമാറാകട്ടെ. ആരും ദീപം കൊളുത്തി കട്ടിലിനടിയിൽ വയ്ക്കാറില്ല. അത് ആ ദീപസ്തംഭത്തിലാണ് വയ്ക്കുക. അപ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്താൽ ജ്വലിക്കുന്നവരായി നമ്മിലൂടെ ആ ക്രിസ്തുവിൻ്റെ പ്രകാശം ഈ ഭൂമിയിൽ ചൊരിയുന്നത് കണ്ട് മറ്റുള്ളവരും ക്രിസ്തുവിലേക്ക് തിരിയുമാറാകട്ടെ. കാരണം അവനിലാണ് രക്ഷ, അവനിൽ മാത്രമാണ് രക്ഷ,
അവനിൽ മാത്രമാണ് സമാധാനവും ശാന്തിയും. ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.